മഹാദേവനും മാതാ പാർവതിയും ഭൂമിയിലൂടെ സഞ്ചരിച്ച ആ രാത്രി ഒരു മനുഷ്യൻ ചെയ്ത ക്രൂരത അവന്റെ വിധിയെ ഇത്ര ഭയാനകമായി മാറ്റുമെന്ന് ആരും കരുതിയില്ല. വർഷങ്ങൾക്കിപ്പുറം അതേ നാട്ടിലേക്ക് അവർ മടങ്ങിയെത്തിയപ്പോൾ കണ്ട കാഴ്ച പാർവതി ദേവിയെ പോലും വിസ്മയിപ്പിച്ചു. നമ്മുടെ ജീവിതത്തെ പോലും മാറ്റിമറിക്കാൻ പോകുന്ന കർമ്മഫലത്തിന്റെ ആ ഞെട്ടിക്കുന്ന കഥയിലേക്ക്. ഒരിക്കൽ മഹാദേവനും മാതാ പാർവതിയും മനുഷ്യരുടെ ഭക്തിയും ജീവിത രീതികളും നേരിട്ടറിയാനായി ഭൂമിയിലേക്ക് തിരിച്ചു. സാധാരണക്കാരായ രണ്ട് ദരിദ്ര യാത്രികരുടെ വേഷത്തിലായിരുന്നു അവരുടെ യാത്ര. നടന്ന് അവർ ആ നാട്ടിലെ മഹാരാജാവിന്റെ കൊട്ടാരത്തിന് മുൻപിൽ എത്തിച്ചേർന്നു. ആ സമയത്ത് കൊട്ടാരത്തിന്റെ പടിവാതിക്കൽ ഒരു വൃദ്ധയായ യാചക സ്ത്രീ നിൽപ്പുണ്ടായിരുന്നു. കീറിയ വസ്ത്രവും കയ്യിലൊരു പൊട്ടിയ മൺപാത്രവുമായി വിശപ്പടക്കാൻ അല്പം ഭക്ഷണത്തിനായി അവർ യാചിക്കുകയായിരുന്നു. അതേസമയം അഹങ്കാരിയായ രാജാവ് കൊട്ടാരത്തിന് പുറത്തേക്ക് വരികയും അവിടെ നിന്ന് ആ പാവം വൃദ്ധയെ കണ്ട് കോപിതനാവുകയും ചെയ്തു. പെട്ടെന്ന് അദ്ദേഹം ആ വൃദ്ധയുടെ കയ്യിലിരുന്ന പൊട്ടിയ മൺപാത്രം തട്ടിയെടുത്ത് ദൂരേക്ക് വലിച്ചെറിഞ്ഞു. എന്നിട്ടും ദേഷ്യം തീരാത്ത അദ്ദേഹം ആ വൃദ്ധയെ ക്രൂരമായി മർദ്ദിച്ച് ആട്ടി ഓടിക്കുകയും ചെയ്തു. സങ്കടത്തോടെ കണ്ണീരൊഴുക്കിയ ആ സ്ത്രീ ഒരക്ഷരം പോലും മിണ്ടാതെ തന്റെ ഉടഞ്ഞ പാത്ര കഷ്ണങ്ങളും പെറുക്കിയെടുത്ത് തന്റെ കുടിലിലേക്ക് മടങ്ങി. എന്നാൽ വഴി അരികിൽ നിന്ന് ശിവപാർവതിമാർ ഇതെല്ലാം നിശബ്ദമായി കാണുന്നുണ്ടായിരുന്നു. അവർ ആ വൃദ്ധയെ പിന്തുടർന്ന് അവളുടെ കുടിലിനരികിലെത്തി. മഹാദേവന്റെ നിർദ്ദേശപ്രകാരം മാതാ പാർവതി ആ വൃദ്ധയോട് ഭക്ഷണം ചോദിച്ചു. രാജാവിന്റെ ക്രൂരതയിൽ സങ്കടത്തിലായിരുന്നിട്ടും ആ വൃദ്ധ ദേവിയെ സ്നേഹത്തോടെ സ്വീകരിച്ചു. തന്റെ പക്കൽ സ്വന്തം ജീവൻ നിലനിർത്താൻ മാത്രമുള്ള കുറച്ച് കഞ്ഞി മാത്രമേ അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നുള്ളൂ. ഒട്ടും മടിക്കാതെ അവൾ അത് മാതാ പാർവതിക്ക് വിളമ്പി നൽകി. സന്തോഷത്തോടെ മാതാ പാർവതി അത് കഴിക്കുകയും മഹാദേവന്റെ അടുത്തേക്ക് മടങ്ങുകയും ചെയ്തു. എന്നാൽ മാതാ പാർവതിക്ക് മഹാദേവൻ തന്നെ കൊണ്ട് ഇങ്ങനെയൊരു പ്രവൃത്തി ചെയ്യിപ്പിച്ചത് എന്തിനാണെന്ന് അറിയില്ലായിരുന്നു. വർഷങ്ങൾ ഒരുപാട് കഴിഞ്ഞു. മഹാദേവനും മാതാ പാർവതിയും വീണ്ടും അതേ രാജ്യത്തിലൂടെ യാത്ര ചെയ്യുകയായിരുന്നു. ഇത്തവണ അവിടെ കണ്ടത് അതിമനോഹരമായൊരു കൊട്ടാരമാണ്. മഹാദേവൻ മാതാ പാർവതിയോട് പറഞ്ഞു, ദേവി, അങ്ങ് ഉള്ളിൽ ചെന്ന് അവിടുത്തെ രാജ്ഞിയെ ഒന്ന് കണ്ടുവരൂ. മാതാ പാർവതി കൊട്ടാരത്തിന്റെ ഉള്ളിലേക്ക് ചെന്നപ്പോൾ കണ്ടത് സർവാഭരണ വിഭൂഷിതയായ ഒരു രാജ്ഞി വലിയ സുഖ സൗകര്യങ്ങളിൽ ഇരുന്ന് രുചികരമായ ഭക്ഷണം ആസ്വദിക്കുന്നതാണ്. കാഴ്ചകൾ കണ്ട് മാതാ പാർവതി പുറത്തേക്ക് വന്നപ്പോൾ കൊട്ടാരത്തിന്റെ കവാടത്തിനരികിൽ കിടക്കുന്ന ഒരു രോഗിയായ നായയെ കണ്ടു. വിശപ്പ് കൊണ്ട് കഷ്ടപ്പെടുന്ന ആ നായ ചവറ്റുകുട്ടയിലെ ഭക്ഷണാവശിഷ്ടങ്ങൾ ഭക്ഷിക്കാൻ ശ്രമിക്കുകയായിരുന്നു. എന്നാൽ ചുറ്റുമുള്ള മറ്റ് ശക്തരായ നായകൾ അതിനെ ക്രൂരമായി കുരച്ചോടിക്കുകയും കടിക്കുകയും ചെയ്തു. ഇതെല്ലാം കണ്ട് അത്ഭുതപ്പെട്ട് മാതാ പാർവതി മഹാദേവനോട് ചോദിച്ചു, നാഥ, നമ്മൾ കാണുന്ന ഇതിന്റെയെല്ലാം അർത്ഥം എന്താണ്? ഒരു മന്ദഹാസത്തോടെ മഹാദേവൻ മറുപടി നൽകി, ദേവി പാർവതി, അന്ന് സ്വന്തം വിശപ്പ് മറന്ന് അങ്ങയ്ക്ക് ഭക്ഷണം നൽകിയ ആ പാവം വൃദ്ധയാണ് ഇന്ന് രാജ്ഞിയായി പുനർജനിച്ചിരിക്കുന്നത്. അന്ന് ആ വൃദ്ധയോട് ക്രൂരത കാണിച്ച അഹങ്കാരിയായ രാജാവാണ് ഇന്ന് ഈ രോഗിയായ നായയായി ജനിച്ച് ഒരിറ്റു ഭക്ഷണത്തിനായി തെരുവിൽ അലയുന്നത്. ദേവി, ഇതാണ് കർമ്മഫലം. നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും വിത്തുകൾ പോലെയാണ്. ദയയും സ്നേഹയും വിതച്ചാൽ അത് വലിയ അനുഗ്രഹങ്ങളായി കൊയ്യാം. എന്നാൽ അഹങ്കാരവും ക്രൂരതയും വിതച്ചാൽ അതിന്റെ ഫലം വലിയ ദുരിതവും വേദനയും മാത്രമായിരിക്കും. കർമ്മഫലത്തിൽ നിന്ന് ആർക്കും ഒളിച്ചോടാൻ കഴിയുകയില്ല എന്ന ശാശ്വത സത്യം പ്രകൃതി നമ്മെ ഈ കഥയിലൂടെ ഓർമ്മിപ്പിക്കുന്നു. കഥ ഇഷ്ടമായാൽ ഓം ഗൗരി ശങ്കരായ നമ എന്ന് കമന്റ് ചെയ്യൂ. ഓം ഗൗരി ശങ്കരായ നമ.